ഹായ്, നമ്മൾ മസായി മാറയിൽ നമ്മുടെ ഫ്രണ്ട് നമസ്കാരം. ആൾ മസായിക്കാരനാണ്. അപ്പോൾ ആൾ മസായി മാറയെ പറ്റിയിട്ട് പറയും. ഹൗ ഈസ് മസായി മാറ? മസായി മാറ അടിപൊളി അടിപൊളി അടിപൊളി. He is born and brought up in Masai Mara. He knows well about Masai Mara. We're going to the bush now. Hopefully we'll find some simham, pode, ana and all that. അങ്ങനെ മസായി മാറയിലെ രണ്ടാമത്തെ ദിവസം പുലർച്ചെ ഞങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. 7 മണി 7:30 ഗെയിം ഡ്രൈവ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഉറക്കം ആസ് യൂഷ്വൽ സെറ്റായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഒക്കെ എത്രയുണ്ടായിരുന്നു. ഡാൾട്ടനാണ് ഞങ്ങളുടെ സാരഥി. ഡാൾട്ടൻ പൊളിയാണ്, വേറെ ലെവലാണ് ആൾ. നമ്മളിതാ മസായി മാറ ഫോറസ്റ്റ് റിസർവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. മസായി മാറ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സിംഹം, കടുവ, പുലി, പോത്ത്, ആട്, നമ്മുടെ ഡാറ്റ്സൺ പറഞ്ഞ പോലെ എല്ലാത്തിനും കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു. ഉറപ്പില്ല, പക്ഷേ ഏറ്റവും ഡേഞ്ചറായുള്ളൊരു മൃഗം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കൊടുങ്കാട്ടിലേക്ക് എൻ്ററായി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പരന്ന് കിടക്കുന്ന വലിയൊരു സംഭവം തന്നെയാണത്. ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ആനിമലിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആനിമലിനെ നമ്മൾ കാണുന്നത് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടായിരിക്കും. ലക്കാണല്ല, ലക്കിനനുസരിച്ച് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റൂ. കയറിയ ഉടനെ മാര ബിഗ് ഫൈലിട്ട് ഒന്നാമനെ കണ്ടു. ആദ്യം തന്നെ മുന്നിൽ പെട്ടത് ഒരു ലയൺ ഫാമിലിയാണ്. നമ്മളൊരു ലയൺ ഫാമിലിയുടെ മുമ്പിലാണ് പെട്ടിരിക്കുന്നത്. വ്ളോഗിൽ ഈ ഒരു പാർട്ട് നമ്മുടെ ലയൺ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം നമുക്ക് ഉൾപ്പെടുത്താനുള്ളൊരു സമയപരിധി കാര്യങ്ങളെല്ലാം ഉള്ള കാരണം കുറച്ച് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കേട്ട ഈ ഗർജന എക്സ്പ്രഷനും അതിൻ്റെ ഒരു വീര്യം ശൗര്യം കാണിക്കാനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഷിറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. So here we are in the safari, and the first big cat we saw is the lion and his family. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ നോക്കിയിരിക്കാം, ടൈം പോവില്ല. ഒരു കൊച്ചു പയ്യൻ നമ്മളെ ചെറുതായിട്ടൊന്ന് നോട്ടിട്ടു, സീനില്ല. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് മാനുകൾ അവിടെ ഇങ്ങനെ അന്തം കൊണ്ട് നിൽക്കുന്ന കണ്ടു. എന്താണ് സംഭവം നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് സിംഹക്കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അവർക്ക് കൗതുകം, കളി കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാനുകൾ അവിടെ നിന്ന് എസ്കേപ്പായി. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഹൈന. നോർമലി ഇവരെ ഞാനൊരു കൂട്ടായിട്ടാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ എന്തോ കൂട്ടം തെറ്റി വന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ മസായി മാറ കാട്ടിലേക്ക് ജസ്റ്റ് എൻട്രി ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇതിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റേ ട്യൂൺഡ്.